നമസ്കാരം. ആധുനിക യുദ്ധമുറകളിൽ സാങ്കേതിക വിദ്യയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ മുൻനിര പോരാട്ടങ്ങളിലും അതീവ അപകടകരമായ ഭീകരവിരുദ്ധ ഓപ്പറേഷനുകളിലും ഹ്യൂമനോയിഡ് റോബോട്ടുകളെ വിന്യസിക്കാനുള്ള ഇന്ത്യൻ സൈന്യത്തിൻ്റെ ദീർഘകാല പദ്ധതികൾ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. കേവലം സങ്കല്പം മാത്രമായിരുന്ന ഈ ആശയം 2050 കൂടി യുദ്ധഭൂമിയിൽ പൂർണ്ണമായി പ്രായോഗികമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെയും അഥവാ DRDOയുടെയും ഇന്ത്യൻ ആർമിയുടെ വിപുലമായ ഡെക്കേഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ അതായത് പരിവർത്തനത്തിൻ്റെ പതിറ്റാണ്ട് എന്ന പദ്ധതിയുടെയും നേതൃത്വത്തിൽ ഇതിനായുള്ള ശക്തമായ സാങ്കേതിക അടിത്തറ ഇതിനകം തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. മനുഷ്യ സൈനികർക്ക് പകരക്കാരനാവുക എന്നതിലുപരി മനുഷ്യനും യന്ത്രവും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന ഹ്യൂമൻ മെഷീൻ ടീമിംഗ് എന്ന ആശയത്തിനാണ് ഭാവി പ്രതിരോധ തന്ത്രങ്ങളിൽ മുൻഗണന നൽകുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI, കൃത്രിമ ബുദ്ധിയിൽ അധിഷ്ഠിതമായ ഈ റോബോട്ടുകൾ സൈന്യത്തിൻ്റെ കരുത്ത് ഇരട്ടിയാക്കുന്ന ശക്തികളായി പ്രവർത്തിക്കും. കഠിനമായ ശാരീരിക അധ്വാനം ആവശ്യമുള്ളതും ജീവന് വൻ ഭീഷണിയുള്ളതുമായ ദൗത്യങ്ങൾ റോബോട്ടുകൾ ഏറ്റെടുക്കുമ്പോൾ അന്തിമ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം മനുഷ്യരായ സൈനികരിൽ തന്നെ നിക്ഷിപ്തമായിരിക്കും. ഇതിനായി DRDOയുടെ പ്രമുഖ ലബോറട്ടറിയായ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് സൈനിക ആവശ്യങ്ങൾക്കായുള്ള ഹ്യൂമനോയിഡ് റോബോട്ടിൻ്റെ നിർമ്മാണത്തിൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. 2 കാലുകളിൽ സഞ്ചരിക്കുന്ന ഈ റോബോട്ടിക് പ്ലാറ്റ്ഫോമിന് കഠിനമായ പർവ്വത മേഖലകൾ, നിബിഡ വനങ്ങൾ, നഗരങ്ങളിലെ ഇടുങ്ങിയ ഇടങ്ങൾ എന്നിവയിലൂടെ സുഗമമായി സഞ്ചരിക്കാനും വാതിലുകൾ തുറക്കാനും തടസ്സങ്ങൾ മറികടക്കാനും അപകടകരമായ വസ്തുക്കൾ കൈകാര്യം ചെയ്യാനും സാധിക്കും. റോബോട്ടുകളുടെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ നിർമ്മിത പേശികളായി പ്രവർത്തിക്കുന്ന അത്യാധുനിക ആക്ച്വേറ്ററുകളും ഡിജിറ്റൽ മാപ്പുകളും തത്സമയം നിർമ്മിക്കാൻ സഹായിക്കുന്ന സ്ലാം സാങ്കേതിക വിദ്യയും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഈ നവീകരണ പ്രക്രിയ പ്രധാനമായും 3 ഘട്ടങ്ങളായാണ് വിഭജിച്ചിരിക്കുന്നത്. നിലവിലെ ആദ്യഘട്ടത്തിൽ ലോജിസ്റ്റിക്സ്, പ്രതിരോധ സാമഗ്രികൾ ചുമക്കൽ, നിരീക്ഷണം, ദുർഘട മേഖലകളിലെ സുരക്ഷ എന്നിവയ്ക്കായിട്ടാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. 2040 ആരംഭിക്കുന്ന 2ാം ഘട്ടത്തിൽ വ്യോമസേനയിലെ ലോയൽ വിങ്മാൻ പദ്ധതിക്ക് സമാനമായി കരസേനയിലും റോബോട്ടുകൾ സൈനികർക്കൊപ്പം ചേർന്ന് ശത്രുക്കളുടെ ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്താനും യുദ്ധഭൂമി നിരീക്ഷിക്കാനും സ്വയം സജ്ജമാകും. 2050 കൂടിയുള്ള 3ാം ഘട്ടത്തിൽ മാത്രമാണ് ഇവയെ പൂർണ്ണമായും മുൻനിര പോരാട്ടങ്ങളിലേക്ക് നിയോഗിക്കുക. ഇൻഫൻട്രി സ്ക്വാഡുകളുടെ ഭാഗമായി മാറുന്ന ഈ ഹ്യൂമനോയിഡ് പ്ലാറ്റ്ഫോമുകൾ യുദ്ധഭൂമിയിലെ വിവരങ്ങൾ തത്സമയം വിശകലനം ചെയ്ത് കമാൻഡർമാർക്ക് വേഗത്തിൽ തീരുമാനമെടുക്കാൻ സഹായിക്കും. യുദ്ധഭൂമിയിൽ സൈനികരുടെ ജീവൻ ഉണ്ടാകുന്ന അപകട സാധ്യതകൾ പരമാവധി കുറയ്ക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിനകം തന്നെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമായി മാറിയ തടായി, ഏകലവ്യ തുടങ്ങിയ കൃത്രിമ ബുദ്ധി സംവിധാനങ്ങൾ ഇതിൻ്റെ പ്രാരംഭ ഘട്ടങ്ങളാണ്. ഊർജ്ജ പരിപാലനം, കൃത്രിമ ബുദ്ധിയുടെ വിശ്വാസ്യത, യുദ്ധഭൂമിയിലെ അതിജീവനം തുടങ്ങിയ നിരവധി സാങ്കേതിക വെല്ലുവിളികൾ ഇനിയും മറികടക്കേണ്ടതുണ്ട്. എങ്കിലും DRDOയുടെ നിരന്തരമായ ഗവേഷണങ്ങളും സൈന്യത്തിൻ്റെ ആധുനികവൽക്കരണവും ഭാവിയിലെ ഇന്ത്യൻ യുദ്ധതന്ത്രങ്ങളിൽ ഈ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് ഉറപ്പു നൽകുന്നു. ഭാരതത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കണക്കിലെടുക്കുമ്പോൾ അതിർത്തി സുരക്ഷ എന്നത് എക്കാലവും വലിയ വെല്ലുവിളികളും പ്രതിസന്ധികളും നിറഞ്ഞ ഒന്നാണ്. പാകിസ്ഥാനുമായുള്ള അതിരൂക്ഷമായ നിയന്ത്രണ രേഖയും ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയും ഉൾപ്പെടെയുള്ള അതിർത്തികളിൽ കഠിനമായ കാലാവസ്ഥയും ദുർഘടമായ ഭൂപ്രകൃതിയും അതിജീവിച്ചാണ് ഇന്ത്യൻ സൈനികർ അഹോരാത്രം രാജ്യം കാക്കുന്നത്. ഇത്തരമൊരു സങ്കീർണമായ പശ്ചാത്തലത്തിൽ കൃത്രിമ ബുദ്ധിയിൽ അധിഷ്ഠിതമായ ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ വിന്യാസം ഭാരതത്തിൻ്റെ അതിർത്തി സുരക്ഷയെ കൂടുതൽ ശക്തവും സുരക്ഷിതവുമാക്കാൻ പോകുന്ന വലിയൊരു ചുവടുവെപ്പാകും. മനുഷ്യസഹജമായ പരിമിതികളെ അത്യാധുനിക സാങ്കേതിക വിദ്യ കൊണ്ട് മറികടന്ന് ശത്രുക്കൾക്ക് ഒരു കാലത്തും ഭേദിക്കാൻ കഴിയാത്ത ഒരു ഉരുക്കുകോട്ടയെ അതിർത്തികളെ മാറ്റി തീർക്കാൻ ഇതിലൂടെ ഇന്ത്യൻ സൈന്യത്തിന് സാധിക്കും. ലഡാക്കിലെയും സിയാച്ചിനിലെയും -डिग्री അതിശൈത്യമുള്ള ഉയർന്ന മലനിരകളിലും രാജസ്ഥാനിലെ കടുത്ത ചൂടുള്ള മരുഭൂമികളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ നിബിഡ വനങ്ങളിലും ഒരുപോലെ ഒരേ കാര്യക്ഷമതയോടെയും കൃത്യതയോടെയും പ്രവർത്തിക്കാൻ ഈ ഹ്യൂമനോയിഡ് റോബോട്ടുകൾക്ക് സാധിക്കും. അതിശൈത്യം മൂലവും ഓക്സിജൻ്റെ കുറവ് മൂലവും അതിർത്തികളിൽ കാവൽ നിൽക്കുന്ന സൈനികർക്കുണ്ടാകുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ജീവഹാനിയും വലിയൊരു പരിധി വരെ കുറയ്ക്കാൻ ഈ സാങ്കേതികവിദ്യ വഴി സാധ്യമാക്കും. ഏറ്റവും ദുർഘടമായ ഫോർവേഡ് പോസ്റ്റുകളിൽ മനുഷ്യ സൈനികർക്ക് പകരം ഈ ഹ്യൂമനോയിഡ് പ്ലാറ്റ്ഫോമുകളെ കാവലിനായി നിയോഗിക്കുന്നതിലൂടെ കഠിനമായ കാലാവസ്ഥയോട് പൊരുതി ജീവൻ ബലിയർപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കാൻ സൈന്യത്തിന് കഴിയും. 24 മണിക്കൂറും യാതൊരുവിധ തളർച്ചയോ ശ്രദ്ധക്കുറവോ ഇല്ലാതെ അതിർത്തികളിൽ കണ്ണിൽ എണ്ണയൊഴിച്ച് കാവൽ നിൽക്കാൻ ഇവയ്ക്ക് സാധിക്കുമെന്നതാണ് പ്രതിരോധ രംഗത്തെ വലിയൊരു നേട്ടം.
അതിർത്തി കടന്നുള്ള ഭീകരവാദികളുടെ ആസൂത്രിതമായ നുഴഞ്ഞുകയറ്റവും ഡ്രോൺ വഴിയുള്ള മയക്കുമരുന്ന് ആയുധക്കടത്തും തടയുന്നതിൽ ഈ റോബോട്ടുകൾ നിർണായകമായ പങ്കുവഹിക്കും. ഇവയിൽ ഘടിപ്പിച്ചിരിക്കുന്ന അത്യാധുനിക സെൻസറുകളും തത്സമയ ഡിജിറ്റൽ മാപ്പിംഗ് സംവിധാനങ്ങളും രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ ശത്രുവിൻ്റെ നേരിയ ചലനങ്ങൾ പോലും കൃത്യമായി തിരിച്ചറിയാൻ സഹായിക്കുന്നവയാണ്. അതിർത്തിയിലെ മുൻനിര പോസ്റ്റുകളിൽ ശത്രുപക്ഷത്ത് നിന്നുള്ള പെട്ടെന്നുള്ള ആർട്ടിലറി ആക്രമണങ്ങളോ ഒളിയാക്രമണങ്ങളോ ഉണ്ടായാൽ മനുഷ്യ സൈനികർക്ക് മുന്നേ ഒന്നാം നിര പ്രതിരോധ സംവിധാനമായി ഈ റോബോട്ടുകളെ വിന്യസിക്കാൻ സാധിക്കും. ഇത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ നാശനഷ്ടങ്ങൾ ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും. ശത്രുവിൻ്റെ നേരിട്ടുള്ള വെടിയുണ്ടകളെ പ്രതിരോധിക്കാനും അതിർത്തികളിൽ പതിയിരിക്കുന്ന അപകടകരമായ ലാൻഡ്മൈനുകൾ കണ്ടെത്തി നീക്കം ചെയ്യാനും ഇത്തരം യന്ത്രമനുഷ്യരെ വലിയ തോതിൽ ഉപയോഗിക്കാം. ഒരേ സമയം രണ്ട് അതിർത്തികളിൽ നിന്നും ഒരുപോലെ ഭീഷണികൾ നേരിടുന്ന ഭാരതത്തിന് സൈനികരുടെ എണ്ണത്തേക്കാൾ സാങ്കേതിക കരുത്ത് വർദ്ധിപ്പിക്കേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഹ്യൂമൻ മെഷീൻ ടീമിംഗ് എന്ന ആശയത്തിലൂടെ സൈനികരും റോബോട്ടുകളും ഒന്നിച്ച് ഒരു ടീമായി പ്രവർത്തിക്കുമ്പോൾ യുദ്ധഭൂമിയിലെ വിവരങ്ങൾ അതിവേഗം വിശകലനം ചെയ്യാനും തന്ത്രപരമായ തീരുമാനങ്ങൾ കൃത്യസമയത്ത് എടുക്കാനും സൈന്യത്തിന് സാധിക്കും. സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഈ മുന്നേറ്റം അതിർത്തികളിൽ കാവൽ നിൽക്കുന്ന ഭാരതീയ സൈനികർക്ക് വലിയൊരു ആത്മവിശ്വാസവും സുരക്ഷിതത്വവുമാണ് നൽകുന്നത്. ചുരുക്കത്തിൽ ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ വരവ് ഭാരതത്തിൻ്റെ അതിർത്തികളെ കൂടുതൽ സുരക്ഷിതമാക്കുക മാത്രമല്ല, ആധുനിക പ്രതിരോധ രംഗത്ത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഭാരതത്തിൻ്റെ കരുത്ത് വിളിച്ചോതുന്ന ഒരു ശക്തമായ താക്കീതായി മാറുക തന്നെ ചെയ്യും. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.